ഇന്ത്യൻ ഫുട്ബോളിലെ ടോപ്പ് ടയർ ലീഗായിട്ട് 2014 മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്ന ലീഗായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത്. അതായത് ISL എന്ന് പറയുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ടോപ്പ് ടയർ ലീഗായി വരികയും പിന്നീട് എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഒരു മാറ്റം തന്നെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരികയും അതിപ്പോൾ വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ഇംപ്രൊവൈസേഷൻസ് ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ശേഷം വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് തന്നെ ക്വാളിറ്റീസ് വർദ്ധിക്കുകയും അങ്ങനെ വിദേശ താരങ്ങൾ വരികയും അങ്ങനെ ഒരുപാട് സ്ട്രക്ചറിലൊക്കെ തന്നെ നല്ല മാറ്റങ്ങൾ മാറിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ISLൻ്റെ 12ാം സീസണുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങളും അൺസർട്ടനിറ്റിയും ഒക്കെ ഒരുപാട് തന്നെ ആരാധകരെ കുഴപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 2010 ആ ഒരു MRA കോൺട്രാക്ട്, മ്യൂച്വൽ റൈറ്റ്സ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺട്രാക്റ്റ് ഈ ഒരു വർഷം ഡിസംബർ 8-ാം തീയതി അവസാനിക്കുന്നതിനെ ചൊല്ലിയാണ് ഈ നീണ്ടു നിൽക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ എല്ലാത്തിനും ഒരു കാരണം, അല്ലെങ്കിൽ ആ ഒരു കാരണത്തിനൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ലീഗ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു പുതിയ പ്രപ്പോസൽ FSDയിൽ അല്ലെങ്കിൽ കരാറ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പുതിയ പ്രപ്പോസൽ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്, അതായത് FSDയിൽ ISLൻ്റെ ഓണേഴ്സായിട്ടുള്ള അവർ മുൻപോട്ട് AFFന് വെച്ചപ്പോൾ AFF അത് തള്ളുകയും മറിച്ച് അതായത് AFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയൊരു പ്രപ്പോസൽ FSDയിലിന് വെക്കുകയും ഈ ഒരു പ്രപ്പോസൽ FSDയിലും തള്ളുന്ന ഒരു കാഴ്ച നമ്മൾ ഈയിടെയായിട്ട് കാണുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ഈ ഒരു പ്രശ്നത്തിനുള്ള വിധി നിലവിൽ വരേണ്ടത് കോർട്ടിൻ്റെ ഭാഗത്ത് നിന്നാണ്. സോ അത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. സോ കോർട്ടിൻ്റെ വിധി എന്താവുമോ അതനുസരിച്ചായിരിക്കും ISLൻ്റെ ഭാവി ഇനി ഉണ്ടാവുക. സോ നമുക്കെല്ലാവർക്കും അറിയാം, ISLൽ ഒരുപാട് തന്നെ പ്രശ്നങ്ങളുണ്ട്. എന്താ പറയുക, ഒരു വെറും 13 ടീമുകൾ അടങ്ങുന്ന ഒരു ലീഗാണ് ISL എന്ന് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം ISL ആരംഭിക്കുന്നത് 2014 വെറും 8 ടീമുകളെ വെച്ചുകൊണ്ടായിരുന്നു ISL ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് പൂനെ സിറ്റിയും അതോടൊപ്പം തന്നെ ഡൽഹി ഡൈനാമോസ് എന്ന് പറയുന്ന 2 ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ 2 ക്ലബ്ബുകൾക്ക് പകരമായിട്ടായിരുന്നു ഒഡീഷ FCയും അതോടൊപ്പം തന്നെ ഹൈദരാബാദ് FCയും ISLൻ്റെ 6ാം സീസണിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് ISLൻ്റെ 4ാം സീസണിൽ എന്താ പറയുക 10 ടീമുകളുള്ള ലീഗായിട്ട് ISL അതായത് ടീമുകളുടെ എണ്ണം കൂട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ISLലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ജംഷഡ്പൂർ FCയും പിന്നീട് ബംഗളൂരു FCയുമായിരുന്നു. അങ്ങനെ 10 ടീമായി മാറി. പിന്നീടായിരുന്നു ഈ 2 ക്ലബ്ബുകൾ, അതായത് പൂനെ സിറ്റിയും ഡൽഹി ഡൈനാമോസും മാറ്റി അവരുടെ ബേസ് മാറി ഒഡീഷ FCയുമായിട്ടും അതോടൊപ്പം തന്നെ എന്താ പറയുക ഹൈദരാബാദ് FCയുമായിട്ടും മാറുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താ പറയുക ഈസ്റ്റ് ബംഗാൾ, അതായത് മുമ്പ് ഈസ്റ്റ് ബംഗാൾ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ടൈമിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ വന്ന സമയത്ത് തന്നെ എന്താ പറയുക മോഹൻ ബഗാൻ, അതായത് ATK മാറി ATK മോഹൻ ബഗാനായി മാറി. പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആവുകയും ആവുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് ഈസ്റ്റ് ബംഗാളും ISLലേക്ക് കടന്നു വരുന്നത്. പിന്നീട് മുഹമ്മദൻസ് FC വരുന്നുണ്ട് ഈ ഒരു സീസണിൽ. അതിനു മുമ്പ് പഞ്ചാബ് FC അതിന് മുമ്പത്തുള്ള സീസണിൽ വരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഏകദേശം 13 ടീമുകൾ വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചാബ് FCയുടെ ടൈം തൊട്ടാണ് ISLൽ ഐ ലീഗിൽ നിന്ന് വിന്നറാവുന്ന ടീമിന് പ്രൊമോഷൻ ലഭിച്ച് ISLലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പൊക്കെ ടീമുകൾ വന്നിട്ടുണ്ടായിരുന്നത് മറ്റു പല കാരണങ്ങളാലാണ്. സോ ആ ഒരു ടൈം പീരീഡ് തൊട്ടായിരുന്നു ISL പ്രൊമോഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രൊമോഷൻ്റെ ഭാഗം പറഞ്ഞ് പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഉറപ്പായും റെലിഗേഷനും നടക്കണം എന്ന തരത്തിലുള്ള പല അഭിപ്രായ ഭിന്നതകളും നിലവിൽ ISLൻ്റെ സ്റ്റേക്ക് ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. സോ അതിനകത്ത് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഒരു പ്രപ്പോസലും അംഗീകരിക്കാത്തൊരു സാഹചര്യം നിലവിൽ വരുന്നത്. ഇതിനെല്ലാം പരിഹാരമായിട്ടൊരു പുതിയ ലീഗ് വരുന്നു എന്ന തരത്തിൽ ഒരു എന്താ പറയുക റൂമർ നിലനിൽപ്പുണ്ട്. ഏകദേശം ഒരു 18 ടീമുകൾ ഈ ഒരു ലീഗിൽ കാണും. അതായത് ISLൽ നിന്ന് 13 ടീമുകളും പിന്നീട് ഐ ലീഗിലെ ബാക്കി വരുന്ന ടോപ്പായിട്ടുള്ള 5 ടീമുകളും കൂട്ടിച്ചേർത്ത് 18 ടീമുകളുള്ള ഒരു ടൂർണമെൻ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ഒരു ലീഗ് സിസ്റ്റം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എന്താ പറയുക ഒരു ടോപ്പ് ടയർ ഫുട്ബോൾ എന്താ പറയുക ലീഗാക്കി മാറ്റാനായിട്ട് 18 ടീമുകളുള്ള ഈ ഒരു ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ ടോപ്പ് ടയർ ലീഗാക്കി മാറ്റുവാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു റൂമർ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം, മറ്റുള്ള രാജ്യങ്ങളിലെ ലീഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക ലാ ലീഗ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം ടോപ്പ് നമ്പർ 1 ആവുന്ന അല്ലെങ്കിൽ ലീഗ് ടേബിളിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ടീമിനായിരിക്കും എന്താ പറയുക ട്രോഫി ലഭിക്കുക. ഏറ്റവും അവസാനത്ത് വരുന്ന 3 അല്ലെങ്കിൽ 2 ടീമുകളെ റെലിഗേറ്റ് ചെയ്ത് സെക്കൻഡ് ഡിവിഷനിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടോ. എന്താ പറയുക ഇതുപോലുള്ള ടോപ്പ് ടയർ ഫുട്ബോൾ
ലീഗിൽ, അതായത് കംപ്ലീറ്റ് ഫുട്ബോൾ ബേസ് അല്ലെങ്കിൽ ഫുട്ബോൾ സിസ്റ്റമുള്ള ലീഗുകളിൽ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റാണ് കണ്ടുവരുന്നത്. എന്നാൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമുക്കറിയാം ISLൻ്റെ ആദ്യ 6 സീസണുകളിൽ, ആദ്യത്തെ 5 സീസണുകളിലും ചാമ്പ്യന്മാരായിക്കൊണ്ടിരുന്നത് എന്താ പറയുക, പ്ലേ ഓഫ് കളിച്ച് അതിൽ നിന്നും ജയിക്കുന്ന ടീമുകളായിരുന്നു ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ISLൻ്റെ 6ാം സീസൺ തൊട്ടാണ് എന്താ പറയുക ലീഗ് ഷീൽഡ് സിസ്റ്റം കൊണ്ടുവരുന്ന ഒരു സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ISL ലീഗിൽ 1ാം സ്ഥാനത്ത് എത്തുന്ന ടീമിന് ലീഗ് ഷീൽഡ് ലഭിക്കുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായതാണ്. പിന്നീട് ലീഗ് ഷീൽഡ് കിട്ടുന്നവരെ ചാമ്പ്യന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന തരത്തിലുള്ള ആ ഒരു റൂളും പിന്നീട് വന്ന സീസണുകളിലാണ് അതായത് ISLൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ISLൽ നിലവിൽ 2 എന്താ പറയുക ട്രോഫികളുണ്ട്. ഒന്ന് ISL കപ്പും മറ്റൊന്ന് ISL ഷീൽഡുമാണ്. നിലവിൽ ISL ഷീൽഡ് ലഭിക്കുന്നവരെയാണ് ചാമ്പ്യന്മാരെന്ന് പറയുന്നത്. എങ്കിൽ പോലും ISL കപ്പ് നിലവിൽ എന്താ പറയുക ISLലുണ്ട്. പുതിയൊരു ലീഗ് വരുമ്പോൾ ഇതുപോലുള്ള ISL അതായത് എന്താ പറയുക പ്ലേ ഓഫ് നടത്തിയുള്ള കപ്പ് മാറ്റി ലീഗിൽ ടോപ്പ് വരുന്ന ടീമിനെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ചാമ്പ്യനാക്കി മാറ്റി, അതായത് 18 ടീമിൽ ഒരു ചാമ്പ്യൻ എന്ന ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരു പുതിയ ലീഗ് സിസ്റ്റം ഇംപ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരുപാട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റൂമറുകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഇനിയും കഴിയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റുകളൊക്കെ തന്നെ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പുതിയ ലീഗ് സിസ്റ്റം ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ നേരിടേണ്ടതായിട്ട് വരുവാനായിട്ടുള്ള സാഹചര്യമുണ്ട്. കാരണം നിലവിൽ ISL കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ്. സോ ഈ ഒരു ലീഗ് സിസ്റ്റം ഒക്കെ മാറ്റി പുതിയ ലീഗ് സിസ്റ്റം കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയ ലീഗ് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു പ്രശ്നമാകും. നിലവിൽ ISL ഏകദേശം 5,000ഓളം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായതാണ്. അതിൽ നിന്നൊരു വലിയൊരു ഫിനാൻഷ്യൽ റിട്ടേൺ ലഭിച്ചിട്ടില്ല. സോ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഒരു പുതിയ ലീഗ് കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ വരുവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.